ഒബ്സഷൻ നിങ്ങൾ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒരു 5 സിനിമകളാണ് ഞാനിവിടെ റെക്കമെൻഡ് ചെയ്യാൻ പോകുന്നത്. ഒബ്സഷൻ പോലത്തെ സിനിമ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏതെങ്കിലും ഒരു 2 വ്യക്തികൾ തമ്മിലുള്ള റിലേഷൻഷിപ്പും അതുമായി ബന്ധപ്പെട്ട് വരുന്ന കുറേ ഭയാനകമായ സംഭവങ്ങളും ഈ ഒരു തീമിൽ വരുന്ന സിനിമകളാണ് ഇവിടെ ഞാൻ പറയാൻ പോകുന്നത്. ദ ഇൻവിസിബിൾ മാൻ 2020 ഇറങ്ങിയ ഒരു സയൻസ് ഫിക്ഷൻ ഹൊറർ ചിത്രമാണ് ദ ഇൻവിസിബിൾ മാൻ. സിസീലിയ എന്ന പെൺകുട്ടി തൻ്റെ അബ്യൂസീവായ ബോയ്ഫ്രണ്ടിൻ്റെ ആത്മഹത്യയ്ക്ക് ശേഷം പുതിയൊരു ജീവിതം തുടങ്ങാൻ ശ്രമിക്കുന്നു. എന്നാൽ ഒരു അദൃശ്യമായ ശക്തി അവളെ പിന്തുടരുകയും അവളുടെ ജീവിതം താറുമാറാക്കുകയും ചെയ്യുന്നു എന്നതാണ് ഇതിവൃത്തം. ടോക്സിക് റിലേഷൻഷിപ്പുകളുടെ ഭയാനകമായ ചില തലങ്ങൾ കാണിച്ചു തന്ന ഈ സിനിമ മികച്ച പെർഫോമൻസുകൾ കൊണ്ടും ത്രില്ലിംഗ് ആയ രംഗങ്ങൾ കൊണ്ടും പ്രേക്ഷക പ്രശംസ നേടി. കമ്പാനിയൻ 2025 പുറത്തിറങ്ങിയ ഒരു സയൻസ് ഫിക്ഷൻ ഹൊറർ സിനിമയാണ് കമ്പാനിയൻ. വെക്കേഷൻ ആഘോഷിക്കാൻ വേണ്ടി തൻ്റെ സുഹൃത്തിൻ്റെ ഉടമസ്ഥതയിലുള്ള ഒരു ഒറ്റപ്പെട്ട വീട്ടിലേക്ക് പോവുകയാണ് ജോഷും അവൻ്റെ ഗേൾഫ്രണ്ടായ ഐറിസും. ജോഷിൻ്റെ മറ്റു ചില സുഹൃത്തുക്കളും അവിടെ വരുന്നുണ്ട്. എന്നാൽ അവിടെ ചില സംഭവങ്ങൾ ഉണ്ടാവുകയും കാര്യങ്ങൾ കൈവിട്ടു പോവുകയും ചെയ്യുന്നു എന്നതാണ് ഇതിൻ്റെ കഥ. ഈ സിനിമ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും ഇതിൻ്റെ ട്രെയിലറോ ഇതിൻ്റെ കഥയോ ഒന്നും നോക്കാൻ നിൽക്കരുത്, കാരണം സ്പോയിലറുണ്ട്. ഇതൊന്നും നോക്കാതെ നിങ്ങൾ കാണുകയാണെങ്കിൽ ഇതിൽ ചെറിയ സർപ്രൈസുകളുണ്ട്, അതൊക്കെ നിങ്ങൾക്ക് നല്ലോണം ആസ്വദിക്കാൻ പറ്റും. ടുഗദർ 2025 ഇറങ്ങിയ ഒരു സൂപ്പർ നാച്ചുറൽ ബോഡി ഹൊറർ ചിത്രമാണ് ടുഗദർ. നായകനായ ടിമ്മും നായികയായ മിലിയും തമ്മിൽ വർഷങ്ങളായി പ്രണയത്തിലാണ്. എന്നാൽ കുറച്ചു നാളായി അവരുടെ ബന്ധം അത്ര നല്ല രീതിയിലല്ല പോകുന്നത്. അതിനാൽ തകരുന്ന തങ്ങളുടെ ഈ ബന്ധം വീണ്ടെടുക്കുന്നതിന് വേണ്ടി ഒരു പുതിയ തുടക്കമെന്ന നിലയിൽ അവർ നഗരത്തിൽ നിന്നും ഒരു ഗ്രാമത്തിലേക്ക് താമസം മാറുന്നു. ഒരിക്കൽ അടുത്തുള്ള ഒരു കാട്ടിൽ നടക്കാനിറങ്ങുമ്പോൾ മഴ മൂലം ഒരു ഭൂഗർഭ ഗുഹയിൽ ഒരു രാത്രി അവർ ചെലവഴിക്കേണ്ടി വരുന്നു. അതിനുശേഷം പിന്നീട് അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ അവർ നേരിടുന്ന ചില വിചിത്രമായ പ്രതിഭാസങ്ങൾ അവരുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കുന്നു. ഒരു ബോഡി ഹൊറർ സിനിമയായതുകൊണ്ട് തന്നെ ഒരുപാട് ഭയാനകമായ രംഗങ്ങൾ ഈ സിനിമയിലുണ്ട്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇതിൽ പ്രധാന കഥാപാത്രങ്ങളായി അഭിനയിച്ചിരിക്കുന്നത് യഥാർത്ഥ ജീവിതത്തിൽ ഭാര്യാഭർത്താക്കന്മാരായ ഡേവ് ഫ്രാങ്കോയും ആലിസൺ ബ്രിയോ ആണ്. ഫ്രഷ് നോവ എന്ന പെൺകുട്ടി ഒരിക്കൽ സ്റ്റീവ് എന്ന സുമുഖനായ ഡോക്ടറെ പരിചയപ്പെടുന്നു. ആദ്യ കാഴ്ചയിൽ തന്നെ ഇവർക്കിടയിൽ ഒരു ബോണ്ടിങ് ഉണ്ടാവുകയും പതിയെ ഇവർ തമ്മിൽ ഇഷ്ടത്തിലാവുകയും ചെയ്യുന്നു. ഒരിക്കൽ ഇവർ ഒരുമിച്ചൊരു റൊമാൻറ്റിക് വീക്കെൻഡ് യാത്ര പോകുന്നു. എന്നാൽ ആ യാത്രയോടുകൂടി നോവയുടെ ജീവിതം മാറി മറിയുകയാണ്. തികച്ചും പെർഫെക്റ്റ് എന്ന് തോന്നിച്ച തൻ്റെ കാമുകൻ്റെ നിഗൂഢമായ ഒരു രഹസ്യ ജീവിതം നോവ തിരിച്ചറിയുകയും പിന്നീടുണ്ടാകുന്ന സംഭവങ്ങളുമാണ് കഥ. 2022 ഇറങ്ങിയ ഈ ഹൊറർ ത്രില്ലർ ചിത്രത്തിൽ അഭിനയിച്ചിരിക്കുന്നത് ഡെയ്സി എഡ്ഗർ ജോൺസും സെബാസ്റ്റ്യൻ സ്റ്റാനുമാണ്. സ്ട്രേഞ്ച് ഡാർലിംഗ് 2023 ഇറങ്ങിയ ഒരു സൈക്കോളജിക്കൽ ക്രൈം ത്രില്ലർ സിനിമയാണ് സ്ട്രേഞ്ച് ഡാർലിംഗ്. ഒരു സ്ത്രീയും പുരുഷനും ഒരു വൺ നൈറ്റ് സ്റ്റാൻഡ് എന്ന നിലയിൽ ഒരുമിച്ച് ഒരു മോട്ടലിൽ റൂം എടുക്കുന്നു. പക്ഷേ പിന്നീട് അതൊരു അപകടകരമായ ക്യാറ്റ് ആൻഡ് മൗസ് ഗെയിം പോലെ ആയി തീരുകയും ചെയ്യുന്നു. വളരെ ബ്രില്യൻ്റ് ആയിട്ടാണ് ഈ സിനിമയുടെ തിരക്കഥാകൃത്ത് ഇതിൻ്റെ തിരക്കഥ ഒരുക്കിയിരിക്കുന്നത്. നോൺ ലീനിയറായി പല ചാപ്റ്ററുകളായിട്ടാണ് ഈ സിനിമയുടെ കഥ പോകുന്നത്. മറ്റൊരു പ്രത്യേകത, ഈ സിനിമയിലെ നായകനും നായികയ്ക്കും പേര് ഒന്നും പറയുന്നില്ല എന്നുള്ളതാണ്. ദ ലേഡി എന്നും ദ ഡീമൺ എന്നുമാണ് ഇതിലെ നായകനെയും നായികയും വിശേഷിപ്പിക്കുന്നത്. കുറച്ച് പതിഞ്ഞ താളത്തിൽ പോകുന്ന ഈ സിനിമ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ കൂടുതലൊന്നും അറിയാതെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കിതിലെ ചില കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ആസ്വദിക്കാൻ സാധിക്കും. ഈ 5 സിനിമകൾ കൊണ്ട് തീരുന്നതല്ല ഈ ലിസ്റ്റ്. ഇനിയും ഒരുപാട് സിനിമകൾ പറയാനുണ്ട്. വീഡിയോയുടെ ലെങ്ത് കൂടുന്നതുകൊണ്ട് ബാക്കി സിനിമകൾ അടുത്ത ഭാഗങ്ങളിലായിട്ട് ഞാൻ പറയുന്നതായിരിക്കും. കൂടുതൽ ഹൊറർ സിനിമ അപ്ഡേറ്റുകൾക്കും റെക്കമെൻഡേഷൻസിനുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്